ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ മൊത്തം മാറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. നാട്ടിലെത്തി വരെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Insta360 1R എന്ന ക്യാമറയുടെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പാക്കേജ് നോക്കാം. ആമസോണിൽ നിന്നാണ് ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത്. ഇതാണ് നമ്മുടെ പാക്കേജ് ഞാനൊന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പാക്കേജിനുള്ളിലായിട്ട് നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സിലായിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിന് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു കവറിങ്ങിലായിട്ട് നമ്മുടെ സെൽഫി സ്റ്റിക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. നല്ലൊരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് നോക്കാം ഡിസൈൻഡ് ഫോർ ബുള്ളറ്റ് ടൈം എന്നുള്ളത്. അതായത് ഒരു 360 വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെൽഫി സ്റ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മുടെ സാധാരണ ഗോപ്രോയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു സെൽഫി സ്റ്റിക്ക് നമുക്ക് നേരെ മാത്രമല്ല ലഭിക്കും, ഇങ്ങനെ വളച്ചൊടിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഗോപ്രോയുടെ 360 ക്യാമറയും അതുപോലെ തന്നെ Insta360 മോഡലുകളൊക്കെ നമുക്ക് ഈ ഒരു ബുള്ളറ്റ് ടൈം സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് വീഡിയോസ് എടുക്കാൻ സാധിക്കും. സെൽഫി സ്റ്റിക്കിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ട്രൈപ്പോഡിലൊക്കെ മൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്ക്രൂ കാണാം. കൂടാതെ മുകളിൽ നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്യുന്ന സ്ക്രൂവും പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യുന്നതിന് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമുക്ക് റൈറ്റിലേക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെങ്ത്ത് വരുന്നത്. ഈ ഒരു ലെങ്ത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ലൂസായിട്ടുണ്ടാവുക. അത് ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ലെഫ്റ്റിലേക്ക് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ഫുൾ ടൈറ്റായി. അങ്ങനെയാണിത് ഉപയോഗം വരുന്നത്. കൂടാതെ നമുക്കിത് ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും നിർത്താൻ സാധിക്കും. ഫുൾ ആക്കണമെന്നില്ല. നമുക്ക് ഇത്രയും വലുപ്പം മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഇത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ ഇത് ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോക്കിംഗ് മെത്തേഡ് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരു 4 വേ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും നീളത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു നീളത്തിൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ കിട്ടുന്നുണ്ട്. കൂടാതെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ബിൽഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു കാർബൺ ഫൈബർ ഫിനിഷിംഗ് ആണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില വരുന്നത് 1949 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിനുള്ള ലിങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 120 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ മാക്സിമം സൈസ് വരുന്നത്. ഏകദേശം ഒരു 47 ഇഞ്ച് സൈസ് വരും. കൂടാതെ ഇത് മാക്സിമം ചെറുതാക്കാൻ കഴിയുന്നത് നമുക്ക് 27 സെൻറ്റിമീറ്ററാണ് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ വളരെ ചെറുതായിട്ട് നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സെൽഫി വീഡിയോസ് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു 360 വീഡിയോസ് എടുക്കാനും ഈ ഒരു സെൽഫി സ്റ്റിക്ക് തന്നെ മതിയാവും. സെൽഫി സ്റ്റിക്കിൽ എടുത്ത കുറച്ച് വീഡിയോ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സെൽഫി സ്റ്റിക്കിലും അതുപോലെ തന്നെ സാധാ നോർമലി എടുക്കുമ്പോൾ എത്രത്തോളം വൈഡായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിയും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾസ് കൂടി നമുക്കൊന്ന് കാണാം. അപ്പോൾ സെൽഫി സ്റ്റിക്കിൽ ഇത്രയും നീളത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാം സെൽഫി സ്റ്റിക്ക് ഈ ഒരു അകലത്തിൽ പിടിക്കുമ്പോൾ എത്രത്തോളം വൈഡായിട്ട് നമുക്ക് ഹൈഡായിക്കൊണ്ട് വീഡിയോസ് എടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി സ്റ്റിക്കും കാണാം എത്ര നീളമുള്ളത്. അപ്പോൾ ഈ ഒരു നീളത്തിൽ പിടിക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാം. 360 വീഡിയോസ് എടുക്കാം. പല രൂപത്തിൽ 360 നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു സെൽഫി സ്റ്റിക്ക് കൊണ്ട് ഉപകാരം. കൂടാതെ നല്ലൊരു സ്ട്രോങ് സെൽഫി സ്റ്റിക്ക് കൂടിയാണ്. നമുക്ക് ചെറിയ രീതിയിലൊന്നും ആടെയൊന്നും പ്രശ്നമൊന്നുമില്ല. വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിടിക്കാൻ കഴിയും. അപ്പോൾ കുളത്തിൽ കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. ഏതായാലും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കാണുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.